എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനൽ ഒന്ന് സബ് ചെയ്യുക. ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഓൺലൈൻ വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം. നമ്മളെ ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്ന ഒരു ദോഷമാണ് ആഭിചാര ദോഷങ്ങൾ, ശത്രുദോഷങ്ങൾ. ഈ ശത്രുദോഷങ്ങൾ എന്ത് തന്നെ ആയാലും നമുക്കത് ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്ക് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ പോയി നമുക്കത് മാറ്റിയെടുക്കാം. പല ആൾക്കാരും ശത്രുദോഷത്തിന് വേണ്ടി 30,000, 50,000 രൂപ, 1,00,000 രൂപ വരെ പൂജകൾ നടത്തിയിട്ട് ശത്രുദോഷം മാറുന്നില്ല, വീണ്ടും പഴയതുപോലെ തന്നെ. എന്നാൽ കൊടുങ്ങല്ലൂർ പോകാൻ ഉദ്ദേശിക്കുന്ന ഭക്തജനങ്ങൾ ഈ ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്ക് ശത്രുദോഷം തീർത്ത് അവിടെ വരാം. ആരാണോ നിങ്ങൾക്കെതിരെ ശത്രുക്കൾ പ്രയോഗിക്കുന്നത്, ഇതൊക്കെ അവർക്ക് തന്നെ തിരിച്ചു വിടുകയും ചെയ്യുന്ന പദ്ധതിയാണ് ഞാനിപ്പോൾ പറഞ്ഞു തരുന്നത്. അത് നമ്മൾ ഭക്തിപൂർവ്വം വിശ്വാസപൂർവ്വം നമ്മളിത് ചെയ്യുക. കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ പോകാൻ ഉദ്ദേശിക്കുന്നത്, അതായത് പോകുന്ന സമയത്ത് ഇത് ചെയ്താൽ മതി. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വഴിപാട് കൊടുങ്ങല്ലൂർ തന്നെ ചെയ്യണം. അപ്പോൾ കൊടുങ്ങല്ലൂർ അമ്മയടുത്ത് ദർശനം നടത്തുന്ന ഭക്തജനങ്ങൾ ഈ ഒരു കാര്യം ചെയ്താൽ നമുക്ക് ഒരിക്കലും ഒരു ശത്രുദോഷം ഉണ്ടാകത്തില്ല. ശത്രുക്കൾ നമുക്കെതിരെ ഏത് കാര്യമാണോ തടസ്സപ്പെടുത്തി നിൽക്കുന്ന, ജോലിയാകാം, വിവാഹമാകാം, നമ്മുടെ ഭാഗ്യങ്ങളാകാം, നമുക്ക് നല്ലത് വരുന്നതിന് ശത്രുക്കൾ പല രീതിയിലും കാളിയുടെ ചില സംഭവങ്ങൾ ഉപയോഗിച്ച്, അതായത് കാളിയുടെ പല രൂപത്തിൽ വെച്ച് നമുക്ക് തടസ്സപ്പെടുത്തിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ കൊടുങ്ങല്ലൂർ അമ്മയുടെ നടയിൽ നിന്ന് ഈ ഒരു കാര്യം ചെയ്ത് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ ഒന്നും ഉണ്ടാകില്ല. നമുക്ക് ഇതിനെ ആരാണോ ചെയ്ത് ഇതൊക്കെ അവർക്ക് തന്നെ തിരിച്ചു പോകുന്ന ഒരു നല്ല ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി ഭക്തജനോട് പറഞ്ഞത്. വേറൊന്നുമല്ല, ആദ്യമേ നമ്മൾ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ പോയി നമ്മൾ എല്ലായിടം ഒന്ന് തൊഴണം. സാധാരണ അതായത് കൊടുങ്ങല്ലൂരുള്ള ഉപപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ, അതായത് കൊടുങ്ങല്ലൂർ ഇരിക്കുന്ന ഉപപ്രതിഷ്ഠകളൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ ഒന്ന് തൊഴുത് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അവസാനം മാത്രം ഈ ഒരു കാര്യം ദേവിയെ തൊഴാവുള്ളൂ. അതായത് ക്ഷേത്രപാലകൻ ഉണ്ടാകും, പിന്നെ അവിടെ 1-2 വസൂരിയമ്മ, അതേപോലെ തന്നെ ഉപപ്രതിഷ്ഠകൾ, സർപ്പങ്ങൾ, അവരെയൊക്കെ തൊഴുതതിന് ശേഷം മാത്രം, കഴിവതും തിരക്കില്ലാത്ത ദിവസമാണെങ്കിൽ നമുക്കിത് നല്ലപോലെ ചെയ്ത് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. അപ്പം നമ്മൾ കൊണ്ടുപോകേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഒരു തേങ്ങ വേണം. തേങ്ങയില്ലാതെ ഒരു കാര്യം നടക്കത്തില്ല. തടസ്സങ്ങളും എല്ലാ പ്രശ്നങ്ങൾക്കും തേങ്ങ ഉത്തമമാണ്. അതേപോലെ തന്നെ നമ്മളെ ദേവിയുടെ നേരെ നിന്ന് നമ്മളെ ബാധിച്ചിരിക്കുന്ന പ്രശ്നങ്ങൾ, നമുക്ക് ഏത് വിധത്തിലാണ് ശത്രുക്കൾ ഉപദ്രവപ്പെട്ട് വെച്ചിരിക്കുന്നത്, നമുക്ക് ഈ തൊഴിൽപരമായിട്ടാണോ ഇല്ലെങ്കിൽ കടബാധിതകളാണോ, ആ ഒരു പ്രശ്നങ്ങൾ നമ്മൾ പഴയതുപോലെ തന്നെ, ഞാൻ എപ്പോഴും പറയാറ് പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ തേങ്ങയുടെ കണ്ണ് നോക്കി നല്ലപോലെ ഒന്ന് പ്രാർത്ഥിക്കണം. എന്നിട്ട് തേങ്ങ നല്ലപോലെ ഒന്ന് നമ്മുടെ മുഖത്ത് ഒറ്റ തവണ ഒഴിഞ്ഞാൽ മതി. ഒറ്റ തവണ ഒഴിച്ചിട്ട് തേങ്ങ നമ്മുടെ കയ്യിൽ വെച്ച്, അത് കൂടാതെ ദേവിക്ക് ചാർത്താനുള്ള ചുമന്ന പട്ട്, അതായത് അത് സാരിയാകാം, സാമ്പത്തികം അനുസരിച്ച് പട്ടാകാം, ഈ ചുമന്ന പട്ട് നമ്മുടെ കയ്യിലുണ്ടാകണം. അപ്പോൾ ഈ ചുമന്ന പട്ടിനകത്ത് വേണം ഈ തേങ്ങ വെക്കാൻ വേണ്ടി. ചുമന്ന പട്ടും തേങ്ങയും കൂടെ ഒന്നിച്ച് നമ്മൾ ഒഴിയണം. അതായത് നമ്മൾ പട്ടിനകത്ത് തേങ്ങ വെച്ച്, പട്ടെന്ന് പറഞ്ഞാൽ മതി, ഉടയാടാകാം, സാരി ആയിരിക്കും, എന്തായാലും ചുമന്ന കളറായിരിക്കണം. എന്നിട്ട് ഇത് രണ്ടും കൂടെ വെക്കുമ്പോൾ എനർജി ആയി, ചുമന്ന പട്ടും തേങ്ങയാകുമ്പോഴത്തേക്ക് ഇത് രണ്ടും കൂടെ നമ്മുടെ തലയ്ക്ക് ഒഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, നമ്മൾ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ ദേവിയുടെ നടയിൽ വെക്കുക. ഈ 2 കാര്യം വെച്ചാൽ മതി. ഇത് ചെയ്യുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന പോലെ ഇരിക്കും നമ്മുടെ കാര്യങ്ങൾ. അതായത് നമ്മളിത് പറഞ്ഞു തന്നത്, ഞാനത് ദേവിയുടെ ഇത് വെച്ചിട്ട് ഞാനത് പറഞ്ഞു തന്ന്, അത് നമ്മൾ എത്രത്തോളം ഭക്തജനങ്ങൾ വിശ്വാസപരമായി ചെയ്യുന്നോ അത്രത്തോളം നമ്മുടെ കാര്യങ്ങൾ തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാകും. നിസ്സാരമായ കാര്യങ്ങൾ ഭക്തിപൂർവ്വം ചെയ്യുവാണെങ്കിൽ നമുക്ക് 30,000, 50,000 രൂപയുടെ പൂജകൾ മുടക്കിയൊന്നും ശത്രുദോഷം വരേണ്ട. ദേവിയുടെ നടയിൽ നിന്ന് ആത്മാർത്ഥമായി വിശ്വാസപൂർവ്വം സ്നേഹപൂർവ്വം പ്രാർത്ഥിച്ച് കൊടുങ്ങല്ലൂർ അമ്മയുടെ നടയിൽ പട്ടും തേങ്ങയും തലയ്ക്കൊഴിഞ്ഞ് വെക്കുക. ഇതിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ദോഷങ്ങൾ മാറും. ആഭിചാര ദോഷങ്ങൾ, നമുക്ക് ചെയ്ത ശത്രുക്കൾ, ഞാൻ നേരത്തെ തന്നെ ഒരു കാര്യം പറഞ്ഞാൽ, നമുക്കുള്ള പ്രശ്നങ്ങൾ തന്നെ തേങ്ങയുടെ കണ്ണ്, അതായത് തേങ്ങ തിരിച്ച് വെച്ച് 3 കണ്ണുണ്ട്, ആ കണ്ണ് നോക്കി നല്ലതുപോലെ അമ്മയോട് പ്രാർത്ഥിച്ച് ഒറ്റ തവണ ഇത് രണ്ടും കൂടെ ചേർത്തൊഴിഞ്ഞിട്ട് നമ്മുടെ 2 കരങ്ങളിൽ പിടിക്കുക. എന്നിട്ട് നമ്മളെ പ്രശ്നങ്ങൾ പ്രാർത്ഥിച്ച് നടന്ന് നമ്മുടെ ദേവിയിലേക്ക് സമർപ്പിക്കുക. കണ്ണ് ദേവിക്ക് അഭിമുഖമായി തന്നെ വെക്കണം. ഇത് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ജാതക ദോഷങ്ങൾ തന്നെയല്ല, ആഭിചാര ദോഷങ്ങളും ശത്രുദോഷങ്ങളും, അതായത് കർമ്മത്തിലുണ്ടാകുന്ന തടസ്സം, നമുക്ക് കർമ്മ തടസ്സം, നമ്മൾ എവിടെയെങ്കിലും പോകാൻ ഉദ്ദേശിക്കുന്ന തടസ്സങ്ങളുണ്ട്, ആ ഒരു തടസ്സങ്ങൾ നീക്കി ദേവി കൊടുങ്ങല്ലൂർ അമ്മയുടെ വിശ്വാസപൂർവ്വമുള്ള അനുഗ്രഹങ്ങൾ കിട്ടി നമ്മുടെ തടസ്സങ്ങൾ മാറുന്നതാണ്. അതാണ് ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞത്, ചെറിയൊരു കാര്യമുണ്ട്, നമ്മൾ ദേവിയെ വിശ്വസിച്ച് എത്രത്തോളം ചെയ്യുന്ന അത്രത്തോളം ആയിരിക്കും നമുക്ക് ഫലങ്ങൾ കിട്ടാൻ പോകുന്നത്. ഞാനിത് ഭക്തജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നെന്നുള്ളത്, നമ്മുടെ വിശ്വാസം, നമ്മൾ എത്രത്തോളം അമ്മയെ വിശ്വസിച്ച് ഈ ഒരു കാര്യം ചെയ്യുന്ന അത്രത്തോളം നമുക്ക് കാര്യങ്ങൾ മാറ്റം ഉണ്ടാകും. തീർച്ചയായിട്ടും
ശത്രുക്കൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ദോഷങ്ങൾ മാറി നമ്മുടെ ജീവിതത്തിൽ കർമ്മത്തിലുള്ള തടസ്സങ്ങൾ മാറും. ജോലിയുടെ തടസ്സം മാറും, വിവാഹ തടസ്സങ്ങൾ മാറും, ഉദ്ദേശിക്കുന്ന എല്ലാ തടസ്സങ്ങളും കൊടുങ്ങല്ലൂർ അമ്മയുടെ അനുഗ്രഹത്തിൽ നമുക്ക് മാറ്റി എടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക. ഓൺലൈനായിട്ട് എന്തെങ്കിലും ജ്യോതിഷ കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാനത് നോക്കി പറഞ്ഞു തരാം. അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് കാണാം.